ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണിൽ കുടിയൊഴിപ്പിക്കൽ നടപടി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് 2 വീടുകളാണ് ഒഴിപ്പിക്കുന്നത്. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ഹെലിബറിയ എസ്റ്റേറ്റ് കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയിരുന്നു. രാഹുൽ വിജയൻ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷിത് വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രതിസന്ധിയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഹെലിബറിയ എസ്റ്റേറ്റിന് അനുകൂലമായിട്ടൊരു വിധി വന്നിട്ടുള്ളതാണ്. അവരുടെ മിച്ചഭൂമിയിലാണ് ഈ ആളുകൾ വീട് വെച്ച് താമസിക്കുന്നത് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് കോടതി ഹെലിബറിയ എസ്റ്റേറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇവിടെ താമസിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. പക്ഷേ പലതവണ വന്നിട്ടും അതിന് സാധിച്ചിരുന്നില്ല. വീണ്ടും ഇപ്പോൾ അതിനുള്ള നടപടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പീരുമേട് മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 32 വീടുകളായിരുന്നു ഒഴിപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിൽ 13ഓളം ആളുകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തു. എന്നാൽ ഹൈക്കോടതിയിൽ പോകാത്ത ആളുകൾ ഉണ്ട്. അവർക്കാണ് ഈ നടപടി ബാധകമായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇപ്പോൾ ആളുകളുടെ പ്രതിഷേധമുണ്ട്. 2 വീട്ടിലെ ആളുകളെയാണ് ഒഴിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പോലീസിന്റെ സഹായത്തോടുകൂടി ആളുകൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല. ഇത് ഇവർക്കും പട്ടയമുള്ള സ്ഥലമാണ് എന്നുള്ളതാണ്. ഹെലിബറി എസ്റ്റേറ്റിന്റെ അവകാശവാദം എന്ന് പറയുന്നത് അവർക്കും പട്ടയമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവർക്കും പട്ടയമുണ്ടെന്ന് ഇവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല കരം ഉൾപ്പെടെ അടയ്ക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ചേട്ടാ, എന്താണ് ഇപ്പോൾ നിങ്ങളുടെ നടപടി? എന്തായിരിക്കും? നമ്മൾ 3 സെന്റ് സ്ഥലമേ ഉള്ളൂ സാറേ. നമ്മളിത് വില കൊടുത്ത് മേടിച്ച് എനിക്ക് ലൈഫ് പദ്ധതി കിട്ടിയ വീടാണ്. അപ്പം ഞാൻ ഇതിന് വില്ലേജിലും കരമടയ്ക്കുന്നുണ്ട്, വീട്ടിൽ കരമടയ്ക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് മറ്റേ ഈ ലൈഫ് പദ്ധതി കിട്ടിയ വീടുമാണ്. അതിന്റെ ഫുൾ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഒഴിയണമെന്നാണ് പറഞ്ഞത്. ഒഴിയണമെന്നാണ് പറയുന്നത്. ഞാൻ ഒഴിയത്തില്ല. ഹെലിബറി എസ്റ്റേറ്റിന്റെ മിച്ചഭൂമിയിൽപ്പെട്ട എസ്റ്റേറ്റിന്റെ മിച്ചഭൂമിയാണെന്ന് പറഞ്ഞാൽ ഹെലിബറി എസ്റ്റേറ്റിന്റെ കൈവശം ഒരുപാട് ഭൂമി മിച്ചഭൂമിയുണ്ട്. അതൊന്നും ആരും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അളക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ ഈ 3 സെന്റിൽ നിന്ന് സർക്കാർ തന്ന വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്. നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു? ഇല്ല, ഹൈക്കോടതി സമീപിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല സാറേ. ഞാൻ അന്നു ഈ ഓട്ടോ ഉരുട്ടി ജീവിക്കുക. കോടതി ഉത്തരവ് പ്രകാരമല്ലേ ഇവർ ഒഴിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്? കോടതി ഉത്തരവാന്നാ പറയുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഫുൾ റെക്കോർഡുണ്ട്. വേണം ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തായാലും അവരുടെ കയ്യിലും എല്ലാ രേഖകളും ഉണ്ട്. ഇവരും കരമടയ്ക്കുന്ന സ്ഥലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല എനിക്ക് ലൈഫിൽ കിട്ടിയ വീടിന്റെ റെക്കോർഡ് ഇത് പിടിച്ചേ. ഇത് ഞാൻ വീട്ടുകാരെ അടച്ചത്. ഇത് വീട്ടുകാരെ അടച്ചതിന്റെ. ഇത് ഞാൻ മേടിച്ച സ്ഥലത്തിന്റെ മുന്നാധാരം. ഇത് ഞാൻ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് കരം അടയ്ക്കുന്നതിന്റെ. ഇത് എൻ്റെ പേരിൽ, എൻ്റെ ഭാര്യയുടെ പേരിൽ ഞാൻ എഴുതി മേടിച്ച റെക്കോർഡ്. ഇവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഇവരുടെ കയ്യിൽ എല്ലാ തരത്തിലുള്ള രേഖകളും ഉണ്ട്. ഇവർക്ക് പട്ടയം കിട്ടിയ സ്ഥലമാണ്, അവിടെയാണ് വീട് വെച്ചിരിക്കുന്നത്. ലൈഫ് മിഷനിൽ അനുവദിച്ച വീട്ടിലാണ് ഇവർ നിർമ്മാണം പൂർത്തിയാക്കി താമസിക്കുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. ഇതിൽ റവന്യൂ വകുപ്പിന്റെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. കാരണം ഹെലിബറി എസ്റ്റേറ്റിന് അവകാശപ്പെട്ട സ്ഥലമാണെങ്കിൽ അവർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എങ്ങനെ ഈ കുടുംബത്തിനും പട്ടയം ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടായ ഒരു വീഴ്ചയായിരിക്കാനാണ് സ്വാഭാവികമായിട്ടും സാധ്യത. എന്തായാലും ഇതിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ആരോപിക്കുന്നത്. ഇവിടെ നിലവിൽ ഈ കാണുന്ന 2 വീടുകളാണ്. ഇപ്പോൾ കണ്ട വീടും അതിനോട് ചേർന്ന് തന്നെയുള്ള മറ്റൊരു വീടുമാണ് ഉള്ളത്. ഈ വീട്ടിലും ആളുകൾ താമസമുണ്ട്. ഇവരും ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയല്ലേ ഏട്ടാ? ഇവിടെയും ഒരു പ്രായമായ ആളാണ്, അന്നമ്മ എന്നാണ് ആളുടെ പേര്. അവരോടും പുറത്തേക്ക് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു പോലീസ്. പക്ഷേ അവർ വന്ന് സംസാരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. എന്തായാലും ഒഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സമാധാനപരമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ നടപടികൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും ബലപ്രയോഗമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമാധാനപരമായി അവരോട് കാര്യം പറഞ്ഞിട്ട് അവരോട് ഒഴിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവർ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്താണ് ഇവരുടെ തുടർ നടപടി എന്നുള്ളത് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇതിന് മുൻപും പലതവണ ഒഴിപ്പിക്കലിനായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവർ ഒഴിഞ്ഞു പോകാൻ ഒരു കാരണവശാലും തയ്യാറാവില്ല എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 2 വീടുകളാണ് ഇപ്പോൾ ഒഴിയണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ബാക്കി നടപടികൾ ഘട്ടം ഘട്ടമായിട്ട് തീർക്കാൻ വേണ്ടിയാണ്. ഇനിയുള്ള വീടുകളുടെ ഒഴിപ്പിക്കലും അങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിട്ടുള്ളത്. ഉന്മേഷ്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.